ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി പ്രമേയം അവതരിപ്പിക്കുകയും അതിനെ പിന്താങ്ങുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. സഭ പ്രക്ഷുബ്ധമാകാനുള്ള പൊതു സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്ന് സഭയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? അടിയന്തര പ്രമേയത്തിന്റെ വിഷയത്തിന്റെ എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ ഗോപാൽ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. നിയമസഭയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സഭ പുനരാരംഭിക്കുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം, അതിനെതിരെ ഒരു പ്രമേയം സംയുക്തമായി തന്നെ നിയമസഭയിൽ ഇന്ന് പാസാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഈ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുക. അതിനെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പിന്തുണയ്ക്കുമെന്നും അത് സംയുക്ത പ്രമേയമായി തന്നെ ആയിരിക്കും അവതരിപ്പിക്കുക എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ വാർത്തകൾ പുറത്തു വന്നതാണ്. ഇരു കൂട്ടരും അത് അംഗീകരിച്ച കാര്യവുമാണ്. ഈ തിടുക്കപ്പെട്ട് ഇത്തരത്തിൽ ഒരു SIR നടപ്പിലാക്കുന്നത് അത് പിന്നിൽ ദുരുദ്ദേശപരമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകാം എന്ന സൂചനകൾ അല്ലെങ്കിൽ അന്ന കുറ്റപ്പെടുത്തലുകൾ ഈ പ്രമേയത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉടനെ തന്നെ ഈ SIR നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യമായിരിക്കും സംയുക്തമായി അവതരിപ്പിച്ച് അംഗീകരിക്കുന്ന പ്രമേയത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുക. പക്ഷെ അപ്പോൾ ഈ പ്രമേയത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള യോജിപ്പ്. മറ്റു പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ ചോദ്യോത്തര വേളയിലാണെങ്കിലും അടിയന്തര പ്രമേയത്തിലാണെങ്കിലും ശ്രദ്ധ ക്ഷണിക്കലിലാണെങ്കിലും ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിൽ അടിയന്തര പ്രമേയത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്ഥിരീകരിച്ച വിവരം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സഭാ സമ്മേളനത്തിന്റെ അവസാന നാളുകളായതിനാൽ തന്നെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പൊതുജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടുന്നതിനും പൊതുജനങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും പ്രതിപക്ഷം നടത്തുക. അതിന്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമോ അതോ അനുമതി നിഷേധിക്കുന്നത് വഴി പ്രതിഷേധത്തിലൂടെ പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുകയാണോ എന്നത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ ചോദ്യോത്തര വേളയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് കടന്നു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ബി അശോകിന്റെ സ്ഥലം മാറ്റവും അദ്ദേഹത്തിന്റെ സർക്കാരുമായി തമ്മിലുള്ള പോരും നിയമ നടപടികളും എല്ലാം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ആ തരത്തിലേക്ക് തർക്കത്തിന് കാരണമാക്കിയ കേര ലോകബാങ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് ചോദ്യോത്തര വേളയിൽ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ചോദ്യത്തിന്റെ മറുപടി എന്താണ് എന്ന കാര്യത്തിൽ ഒന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തി രാജ് ബില്ലുകൾ ഇന്ന് സഭയിലേക്ക് എത്തും. ആ ബില്ലുകളിന്മേലുള്ള തുടർ നടപടികളും ചർച്ചകളും ഒരുപക്ഷെ ഇന്ന് സഭയിൽ ഉണ്ടായേക്കാം. അത്തരത്തിൽ തന്നെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംഭവിക്കുന്നു ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ. ശരി ഗോപാൽ.